നമസ്കാരം. ടാലിയുടെ ലേണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ട്രിനിറ്റി പ്രൊഫഷണൽ അക്കാദമി ടാലിയുടെ ഒരു ഓതറൈസ്ഡ് ട്രെയിനിങ് പാർട്ണറാണ്. ടാലി അസസ്മെൻറ്റ് സെൻ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രിനിറ്റി പ്രൊഫഷണൽ അക്കാദമിയിലൂടെ ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ ടാലി എഡ്യൂക്കേഷൻ പോർട്ടൽ വഴിയാണ് ജനറേറ്റ് ആകുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ടാലി എഡ്യൂക്കേഷൻ പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യുന്നത്, എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലേണിംഗ് കണ്ടൻറ്റുകൾ ആക്സസ് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുക, എങ്ങനെയാണ് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യേണ്ടത്, അതുപോലെ നിങ്ങളുടെ പോർട്ടൽ രജിസ്റ്റർ ചെയ്യണം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ആദ്യത്തെ വീഡിയോ തന്നെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഗൂഗിൾ ക്രോമിൽ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് വന്നതിന് ശേഷം ടാലി എഡ്യൂക്കേഷൻ എന്ന് സെർച്ച് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ലോഗിൻ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ലോഗിൻ ഓപ്ഷനകത്ത് നിങ്ങളുടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഉപയോഗിക്കുക. നിങ്ങൾക്ക് ടാലിയുടെ പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് സേവ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, അതായത് ഇനീഷ്യലി നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ലോഗിൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ആക്സസ് ലഭിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിക്കും അതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പറിനും എഗെയിൻസ്റ്റാണ് ആക്സസ് പ്രൊവൈഡ് ചെയ്യുക. അത് നേരിട്ട് ടാലി തന്നെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ആക്സസ് ലഭിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് അതിൻ്റെ വെൽക്കം മെയിൽ ലഭിക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പാസ്വേഡ് റീസെറ്റ് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ആക്സസ് നിങ്ങളുടെ പേരിൽ അലോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് ഒന്ന് റീസെറ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ പോർട്ടലിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ലോഗിൻ എന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഫോർഗട്ട് പാസ്വേഡ് ഉണ്ട്. ഫോർഗട്ട് പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇമെയിലും മീൻസ് രജിസ്റ്റേർഡ് ഇമെയിൽ, നിങ്ങൾ പ്രൊവൈഡഡ് ഇമെയിൽ ഏതാണോ അത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സെൻഡ് മെയിലിന് കൊടുത്താൽ നിങ്ങളുടെ മെയിലിലേക്ക് ഒരു റീസെറ്റ് ലിങ്ക്, പാസ്വേഡ് റീസെറ്റ് ലിങ്ക് നിങ്ങളുടെ മെയിലിലേക്ക് വരും. ആ ലിങ്കിൽ കയറി നിങ്ങളുടെ പാസ്വേഡ്, പുതുതായിട്ടൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പാസ്വേഡ് കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന പാസ്വേഡുകൾ കൊടുക്കുക. ഉദാഹരണത്തിന് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും സേഫ്. കാരണം മൊബൈൽ നമ്പർ നിങ്ങളുടെ പാസ്വേഡായിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഈസി ആയിട്ട് അത് എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ഒരു സിമ്പിളായിട്ട്, കാരണം ഇത് നിങ്ങൾ മറ്റാരും നിങ്ങളുടെ പോർട്ടലിലേക്ക് ആക്സസ് ചെയ്യാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറൊക്കെ പാസ്വേഡായിട്ട് ഉപയോഗിച്ചാൽ മതിയാവും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അത് റീസെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലോഗിൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റീസെറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ നോർമലി വർക്കിംഗ് ആണെങ്കിൽ, നിങ്ങളുടെ പാസ്വേഡും യൂസർ നെയിം വർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റും. യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ വെരിഫൈ യുവർ ഫോൺ നമ്പർ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഫോൺ നമ്പർ വെരിഫൈ ചെയ്തിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല, ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്താലും മതി. കാരണം ഓരോ തവണയും നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു മെസ്സേജ് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ടാലിയിൽ നിന്ന് കോൾ നേരിട്ട് വന്നേക്കാം. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുക്കുക, അത്രയേ ചെയ്യാനുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ടാലിയുടെ ഇങ്ക് അറ്റൻഡ്, ജോബ് പോർട്ടൽ, അതുപോലെ റെൻ്റൽ ഡിസ്കൗണ്ട്, പോർട്ടൽ ഹെൽപ്പ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഏത് യൂസറുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് ആ യൂസർ, നിങ്ങളുടെ പേര് കാണാൻ പറ്റും, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കാണാൻ പറ്റും. ഇനി നിങ്ങളുടെ കോഴ്സ് പ്രോഗ്രസ്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഈ കണ്ടൻറ്റ് ഇവിടെ ഉണ്ടാവും. അപ്പം ഈ കണ്ടൻറ്റാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ജോബിനൊക്കെ നിങ്ങൾക്ക് ജോബ് പോർട്ടലുണ്ട്. അപ്പം ജോബ് പോർട്ടൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ കോഴ്സിൻ്റെ പ്രോഗ്രസ് അനുസരിച്ച് നിങ്ങൾക്ക് ജോബ് പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ CV ഇതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബുകൾ, അവൈലബിൾ ആയിട്ടുള്ള ജോബുകൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ജോബിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇത് കണ്ട് തൃപ്പൂണിത്തുറയൊക്കെയുള്ള വേക്കൻസികളൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പം അത് ലോക്കലുള്ള സെൻറ്റേഴ്സൊക്കെ അവിടെ നിന്ന് അക്വയർ ചെയ്തിട്ട് ഇത് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വേക്കൻസികൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനും, അതുപോലെ തന്നെ ആ വേക്കൻസികൾ താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് പോകാനൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഈ ടാലിയുടെ പോർട്ടലിൽ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് ഇവിടെ നിന്നാണ് ടാലി തരുന്നത്. അപ്പം നിങ്ങൾക്ക് അതുപോലെ തന്നെ പിന്നീട് അവർ തരുന്ന അല്ലാതെയുള്ള പ്ലേസ്മെൻറ്റ് ഡ്രൈവുകളൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് കിട്ടുന്നതാണ്.
ഓക്കെ, അപ്പോൾ ഞാൻ ഈ കണ്ടൻറ്റിലേക്ക് പോകുന്നു. ഈ കണ്ടൻറ്റ് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ലേണിംഗ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കണ്ടൻറ്റിലേക്ക് പോകാവുന്നതാണ്. അപ്പം നമുക്ക് ടാലിക്ക് ഇപ്പോൾ പുതുതായിട്ടൊരു AI ട്യൂട്ടർ കൂടെ വന്നിട്ടുണ്ട്. AI ട്യൂട്ടറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് വേണമെങ്കിൽ AI ട്യൂട്ടറിനോട് ചോദിച്ചാൽ മതി. അപ്പോൾ AI ട്യൂട്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇല്ലെങ്കിൽ തൽക്കാലം സ്കിപ്പ് കൊടുക്കുക. അപ്പോൾ AI ട്യൂട്ടറിനെ ഒന്ന് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കണ്ടൻറ്റിലേക്ക് വരിക. കണ്ടൻറ്റിലേക്ക് വരുമ്പം നോർമലി ഇത് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഇവിടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ടോപ്പിക് എത്രയുണ്ട്, മോക്ക് ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് എത്രയുണ്ട്, ഈ ഓപ്ഷൻസൊക്കെ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ടോപ്പിക്കുകളും ഇവിടെ 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കോഴ്സ് ഏതാണ്? ഇപ്പോൾ ഞാൻ ടാലി എസൻഷ്യൽ കോംപ്രഹെൻസീവ് എന്ന് പറയുന്ന കോഴ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാച്ച് എന്ന് പറയുന്ന അവിടെ നിങ്ങൾക്കൊരു വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത് ടാലി തന്നെ തരുന്ന ചെറിയ നോട്ട്സാണ്, ഷോർട്ട് നോട്ട്സാണ്. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വീഡിയോ ട്യൂട്ടോറിയൽസാണ്, നിങ്ങൾക്ക് കണ്ടൻറ്റ് ആക്സസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ്, അതായത് PDF മെറ്റീരിയൽ അവൈലബിൾ ആകുന്നത് അതിന് തൊട്ടടുത്തായിട്ട് കാണുന്ന മറ്റൊരു ടാബുണ്ട്, റീഡ് എന്ന് പറഞ്ഞ ടാബ്. ഈ ടാബ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ മെറ്റീരിയൽ കാണാൻ വേണ്ടി പറ്റും. മെറ്റീരിയൽ കാണുമ്പോൾ നമുക്കിത് ടോട്ടൽ 19 ചാപ്റ്റർ ആയിട്ടാണ് ഇത് ഈ ക്ലാസ്സസ് അറേഞ്ച് ആയിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് എസെൻഷ്യൽ ലെവൽ 1, 2, 3 എന്ന് പറഞ്ഞ 3 കംപ്ലീറ്റ് ടോപ്പിക്കിൻ്റെ ഒരു PDF നോട്ട് കിട്ടും. അതിനുശേഷം 20, 21 തൊട്ട് 24 വരെ കറൻ്റ് ഇപ്പം ടാലിയുടെ 5.0 വരെയുള്ള വേർഷൻ്റെയാണ് അഡൻഡം അവൈലബിൾ ആയിട്ടുള്ളത്. ഈ അഡൻഡങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഡീറ്റെയിൽസ് നിങ്ങൾക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുന്നു. ഫണ്ടമെൻറ്റൽസ് ഓഫ് അക്കൗണ്ടിങ് എന്ന ചാപ്റ്ററിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ചാപ്റ്റർ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ചാപ്റ്റർ എന്താണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾക്ക് ആ ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റുകൾ ഇങ്ങനെ വായിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ നോക്കി ടോപ്പിക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ക്യൂസിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും. ക്യൂസ് എടുക്കാം. ക്യൂസ് അതിനകത്ത് നിങ്ങൾക്ക് ആ ക്യൂസ് പങ്കെടുത്താൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ടോപ്പിക്കിനെ കുറിച്ചൊരു ക്ലാരിറ്റിയൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ടാലിയുടെ ടോപ്പിക്കുകൾ നിങ്ങൾ കവർ ചെയ്യേണ്ടത്. താങ്ക് യു.